പ്രവാസ ജീവിതത്തിൽ നിന്നും താൻ ഇതുവരെ ഒന്നും നേടിയിട്ടില്ല എന്ന് പറയുന്നവരോട് ഒരു കപ്പ് നെയ്ച്ചോറിന്റെ അരിക്ക് ഇരട്ടി കപ്പ് വെള്ളം വേണമെന്ന് നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? താൻ കഴിച്ചതും കുടിച്ചതുമായ പാത്രങ്ങൾ താൻ തന്നെ കഴുകി വെക്കണമെന്ന് പഠിച്ചത് എവിടെ നിന്നാണ്? ജീവിതത്തിലെ കൃത്യനിഷ്ഠയും അലാം വച്ചുള്ള ഉറക്കവും ഉണരലും പഠിച്ചത് എവിടെ നിന്നാണ്? ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറക്കാനും അടയ്ക്കാനും പഠിച്ചത് എവിടെ നിന്നാണ്? എത്ര കൂഴുരുട്ടിലും റൂമിലുള്ളവർക്ക് അലോസരം ഉണ്ടാക്കാതെ വാതിൽ തുറന്നു പോയി ഡ്രസ്സ് മാറി ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ഒരു പരാതിയും ഇല്ലാതെ ആരെയും ഉണർത്താതെ ആഹാരം കഴിക്കാൻ പഠിച്ചത് എവിടെ നിന്നാണ്? ശമ്പളമായി 100 കിട്ടിയാൽ കടവും കൂടെ വാങ്ങി 110 നാട്ടിലേക്ക് അയക്കാൻ പഠിച്ചത് എവിടെ നിന്നാണ്? സ്കൂളിൽ 10ഉം 15ഉം വർഷം പഠിച്ചിട്ട് പഠിക്കാത്ത ഭാഷകൾ പഠിച്ചത് എവിടെ നിന്നാണ്? സ്വന്തമായ ഒരു ചായ പോലും ഉണ്ടാക്കാത്തവൻ പ്രവാസിയായി 2ഓ 3ഓ മാസത്തിനുള്ളിൽ തന്നെ സദ്യയും ബിരിയാണിയും ഉണ്ടാക്കുന്ന ടെക്നിക് എവിടുന്നാണ് പഠിച്ചത്? ലോകത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കാത്ത സാമ്പത്തിക ശാസ്ത്രം അവൻ നേടിയെടുത്തത് എവിടെ നിന്നാണ്? സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ടൊമാറ്റോയും എണ്ണയിലിട്ട് വഴറ്റി മുളകുപൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് മീനിട്ടാൽ മീൻകറിയും ചിക്കൻ ഇട്ടാൽ ചിക്കൻ കറിയും മട്ടൻ ഇട്ടാൽ മട്ടൻ കറിയും തൈര് ഒഴിച്ചാൽ മോരുകറിയും ഇതൊന്നുമില്ലെങ്കിൽ തക്കാളിക്കറി ആക്കാമെന്നുള്ള പ്രവാസി ടെക്നിക് വേറെ എവിടെ കിട്ടും? പ്രവാസം അതൊരു കഥയാണ്, ആരെയും ഒന്നും അറിയിക്കാത്ത കഥ.